നീ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അവൻ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്തത്? നീ കഴിച്ചിട്ട് പോയാൽ മതി. കഴിച്ചിട്ട് ഞാൻ തന്നെ നിന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കാം. ആദ്യം അവളെ നോക്കി. വേണ്ട സർ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഗൗരവത്തോടെ തന്നെ അവനെ നോക്കി മറുപടി പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്കെന്താ ആമി, പറഞ്ഞ മനസ്സിലാവില്ലേ? എല്ലാ കാര്യത്തിലും നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. എനിക്ക് ആരോടും വാശിയില്ല സർ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അവൾ വീണ്ടും അവനെ നോക്കി മറുപടി പറഞ്ഞു. എന്താ മോനെ ആദ്യം ഇതൊക്കെ? അത് കണ്ടുകൊണ്ട് അവൻ്റെ അമ്മ സംശയത്തോടെ ചോദിച്ചു. ഇവൾക്ക് അഹങ്കാരം, അല്ലാതെന്താ? എല്ലാ കാര്യത്തിനും അവളുടെ വാശി ജയിക്കണമെന്നുള്ള അഹങ്കാരമാണ് ഇവൾക്ക്. ആദ്യ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം തൻ്റെ അമ്മയോട് പറഞ്ഞു. അത് കേട്ടതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോളെ ഇതൊക്കെ? അവരവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല അമ്മേ. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരെ നോക്കി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ബലമായി തന്നെ അവളെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടിരുത്തി. അമ്മേ, ഇവൾക്ക് വിളമ്പി കൊടുക്ക്. അവൻ അവരെ നോക്കി. എനിക്ക് വേണ്ട സർ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. ഇരിക്കടി അവിടെ. അവൻ ദേഷ്യത്തോടെ അവൾക്ക് നേരെ കൈ ചൂണ്ടി. ആമി യാന്ത്രികമായി അവിടെ തന്നെ ഇരുന്നു. അപ്പു ആണെങ്കിൽ അവനെ ആമിയെ മാറി മാറി നോക്കി. ആമി അവൻ വഴക്കു പറയുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. കൊച്ചച്ച. ആദിയുടെ ദേഷ്യം കണ്ട് അവൾ ചെറു പേടിയോടെ വിളിച്ചു. എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ആമിയമ്മേ വക്ക് പറയല്ലേ കൊച്ചച്ച, അപ്പുവിന് സങ്കടമാവും. അവൾ കണ്ണുകൾ നിറച്ചു. അത് കണ്ട് ആമി അവളെ ഒന്ന് നോക്കി. നിന്റെ ആമിയമ്മ കുറുമ്പ് കാണിക്കുമ്പോൾ കൊച്ചച്ഛനെ എന്ത് ചെയ്യാനാ അപ്പു? കൊച്ചച്ഛനെ ഇപ്പോൾ ദേഷ്യം പിടിപ്പിച്ചത് ആമിയമ്മ തന്നെയല്ലേ? അവൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കുഞ്ഞാണെങ്കിൽ ആണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. കഴിക്ക്. അവൻ്റെ അമ്മ എല്ലാം വിളമ്പി കഴിഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടിട്ടും അവൾ ഒന്നും മിണ്ടാതെ കഴിക്കാതെ തന്നെ അവിടെ ഇരുന്നു. കഴിക്കടി. അവൻ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞതും ആമി ഞെട്ടി. പിന്നെ പതിയെ കഴിക്കാൻ തുടങ്ങി. അവൾ പേടിച്ചാണ് കഴിക്കുന്നതെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അവൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അത് കണ്ട് അവരും പുഞ്ചിരിച്ചു. വാ. അവൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതും അവൻ കാറിൻ്റെ കീയും എടുത്ത് അവളെ ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. മോള് പോയിട്ട് വാ. അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം ചെന്നു. അവൾ കാറിലേക്ക് കയറിയെങ്കിലും ഹോസ്റ്റലെത്തുന്നത് വരെ അവരിരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അവൻ ഹോസ്റ്റലിൻ്റെ മുൻപിലേക്ക് കാറ് കൊണ്ടുവന്ന് നിർത്തിയതും അവൾ അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി ഹോസ്റ്റലിലേക്ക് നടന്നു. അവൾ ഹോസ്റ്റലിലേക്ക് കയറിപ്പോകുന്നത് നോക്കി അവൻ കുറച്ചു നേരം അവിടെ നിന്നു. ശേഷം വീട്ടിലേക്ക് മടങ്ങി. ഫെലിക്സ് ആദ്യം വന്ന് അവനോട് സംസാരിച്ച കാര്യങ്ങളും മറ്റും സാന്ദ്രയെ വിളിച്ച് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഒരുപാട് അവൾക്ക് സന്തോഷം തോന്നി. ആമിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരാൾ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ, അതും ആദിയാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. എന്നാൽ ആമി അതിന് സമ്മതിക്കുമെന്ന് ഫെലിക്സിന് സാന്ദ്രയ്ക്ക് ഒരു ഉറപ്പും ഇല്ലായിരുന്നു. ആമിയോട് അത് പറയണ്ട എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഫെലിക്സ് അവളോട് അതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ പോയില്ല. മുറിയിലേക്ക് വന്ന അവൾ ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. അവൻ ദേഷ്യപ്പെട്ട് തന്നെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ചപ്പോൾ അവളുടെ ഓർമ്മയിൽ കൂടി കടന്നുപോയത് ജസ്റ്റിൻ്റെ മുഖമായിരുന്നു. ആമി, ദേ എനിക്ക് സങ്കടം വരുന്നുണ്ട്. നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? വന്ന് ഫുഡ് കഴിച്ചേ. ജസ്റ്റിൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട. അവൾ വാശിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പൊന്നെ, സോറി, ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി വരാൻ. നിന്നെ വിളിച്ച് പറയണമെന്ന് കരുതിയതാ. പക്ഷേ എൻ്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് എൻ്റെ കൊച്ചിൻ്റെയും മുഖം കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓടിപ്പിടിച്ച് വരികയായിരുന്നു ഞാൻ. അതിനിടയിൽ നിന്നെ വിളിച്ച് പറയാൻ ഞാൻ മറന്നുപോയി. സോറി. എൻ്റെ ആമി വന്ന് ഫുഡ് കഴിച്ചേ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. നീ കഴിച്ചില്ലെങ്കിൽ ഞാനും ഫുഡ് കഴിക്കില്ല. സത്യം പറയാലോ, വിശന്ന് വലഞ്ഞാ ഞാൻ വന്നത്. ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു എനിക്ക്. ഇനിയിപ്പോൾ എൻ്റെ മോള് കഴിക്കാത്തത് കൊണ്ട് എനിക്കും വേണ്ട. മമ്മിയോട് പറഞ്ഞേക്കട്ടെ ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കാൻ. അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ ആണോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് വേണ്ടല്ലോ? അവൻ ഒന്നുകൂടി ചോദിച്ചു. ഞാൻ കഴിക്കാം. അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞതും അവൻ ചിരിച്ചു. ഇങ്ങനൊരു വഴക്കാളി. അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചിരുന്നു. ഇനി ഇങ്ങനെ താമസിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയണം. അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടി കുഞ്ഞു കുട്ടികൾ പറയുന്ന പോലെ പറഞ്ഞു. പറഞ്ഞിരിക്കും, പ്രോമിസ്.
അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു. പഴയ കാര്യങ്ങൾ ഓരോന്നും മനസ്സിൽ കൂടി കടന്നുപോയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരുവൻ വാത്സല്യം കൊണ്ടാണ് അവളെ സ്നേഹത്താൽ മൂടിയതെങ്കിൽ മറ്റൊരുവൻ ദേഷ്യത്തിലാണ് അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് അവൾ അറിഞ്ഞില്ല. ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയിക്കൊണ്ടിരുന്നു. ആമി ഇപ്പോൾ അധികം ആദിയുടെ അടുത്തേക്ക് പോകാറില്ല. അത്യാവശ്യം സൈനൊക്കെ വാങ്ങാൻ വേണ്ടി മാത്രം പോകും. അല്ലാതെ അവനോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അവളായിട്ട് ഉണ്ടാക്കാറില്ലായിരുന്നു. അവൾ അവനെ ഒഴിവാക്കി നടക്കുകയാണെന്ന് ആമിയുടെ പ്രവൃത്തികളിൽ നിന്ന് അവനും മനസ്സിലായി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു അത്യാവശ്യ റിപ്പോർട്ട് അവനെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് ആമി അവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. എന്നാൽ അവൾ വന്ന് മുൻപിൽ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൻ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. സർ, അവൻ തന്നെ നോക്കുന്നില്ല എന്ന് മനസ്സിലായതും ആമി സംശയത്തോടെ അവനെ വിളിച്ചു. യെസ്, അവളെ നോക്കാതെ തന്നെ അവൻ മറുപടി പറഞ്ഞു. ഇത്രയും ദിവസം അവനെ അവളായിരുന്നു ഒഴിവാക്കിയതെങ്കിൽ ഇന്ന് അവനായിരുന്നു അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചത്. സർ, ഈ പേപ്പറിലൊന്ന് സൈൻ വേണമായിരുന്നു. അവൾ അവനെ നോക്കി. അവിടെ വെച്ചേക്ക്, ഞാൻ സൈൻ ചെയ്തോളാം. അവൻ വലിയ മൈൻഡ് ഇല്ലാത്തതുപോലെ അവളെ നോക്കാതെ പറഞ്ഞു. അവൾ കുറച്ചു നേരം കൂടി അവനെ നോക്കി അവിടെ നിന്നു. അവൻ തൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവനോട് മറ്റൊരു രീതിയിലുള്ള സ്നേഹം അവൾക്ക് തോന്നിയില്ലെങ്കിൽ പോലും കുറച്ച് ദിവസം കൊണ്ട് എന്തോ ഒരു സൗഹൃദമോ മറ്റോ അവൾക്ക് അവനോട് തോന്നിയിരുന്നു. എന്നാൽ ഇന്ന് തന്നെ അവൻ നോക്കുന്നത് കൂടിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവളുടെ ഹൃദയത്തിൽ എന്തോ ഒരു വേദന പോലെ അവൾക്ക് തോന്നി. അത് കണ്ടതും അവൾ പേപ്പർ അവിടെ വെച്ചിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടി വീണിരുന്നു. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇതുപോലെയാ ഇത്രയും ദിവസം നീ എന്നെ മൈൻഡ് ചെയ്യാതെ ഇരുന്നത്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. നിനക്ക് ഞാൻ അവോയ്ഡ് ചെയ്തപ്പോൾ നല്ലതുപോലെ വേദനിക്കുന്നുണ്ടല്ലേ? ഇതുപോലെയല്ലേ ഇത്രയും ദിവസം നീ എന്നോട് ചെയ്തത്? ആമി, നീ എനിക്ക് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്ക് നിന്നോട് ഉറപ്പിച്ച് പറയാൻ കഴിയും. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ ചെറിയൊരു മാറ്റം പോലും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരാഴ്ച എന്നെ നീ അവോയ്ഡ് ചെയ്തത് അത് എത്രത്തോളം എന്നെ വേദനിപ്പിച്ചതെന്ന് നിനക്കറിയോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് എത്രമാത്രം എന്നെ തളർത്തിയെന്ന് നിനക്കറിയോ? നിനക്കെന്നോട് പ്രണയമോ ഒന്നുമില്ല. എന്നിട്ടും ഈ കുറച്ച് നിമിഷം ഞാൻ നിന്നെ നോക്കുക കൂടി ചെയ്യാതിരുന്നപ്പോൾ നിൻ്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചു? അതിൻ്റെ 100 ഇരട്ടിയാ നീ ഒരാഴ്ച എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. അവൾ അവൻ്റെ കാപ്പി കണ്ണുകളിലേക്ക് നോക്കി. അവനും അവളുടെ കണ്ണുകളിലേക്ക് തന്നെയാണ് ദൃഷ്ടി പതിപ്പിച്ചത്. ഐ ലവ് യു ആമി, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് കേട്ട് ആമി വല്ലാതെയായി. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്നാൽ അതിനവളെ അനുവദിക്കാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്തു. വിട് സർ, എനിക്ക് പോകണം, അവൾ അവനെ നോക്കാതെ പറഞ്ഞു. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായിരുന്നു. അവളാണെങ്കിൽ അവനെ നോക്കാതെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയാണ്. അത് കണ്ടതും അവൻ അവളുടെ കവളിൽ പിടിച്ച് മുഖം അവൻ്റെ നേരെ വെച്ചു. അവൾ അവനെ നോക്കാതെ ഇടത്തോട്ടും വലത്തോട്ടും കൃഷ്ണമണികൾ ചലിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ മുഖത്തേക്ക് നോക്ക്, അവൻ അവളെ നോക്കി പതിഞ്ഞ സ്വരത്തോടെ പറഞ്ഞു. പ്ലീസ് സർ, എനിക്ക് പോകണം. അതിന് മറുപടി പറയാതെ അവളും പറഞ്ഞു. അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൻ്റെ ശ്വാസനിശ്വാസങ്ങൾ അവൾക്ക് കേൾക്കാൻ പാകത്തിന് അവളുടെ അടുത്തേക്കടുത്തു. അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു. പെട്ടെന്ന് അവൾ പോലും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആദി അവളുടെ ഇടത് കവളിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ ഞെട്ടി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ മുഖം പിടിച്ച് മറുവശത്തേക്ക് തിരിച്ചിട്ട് അവളുടെ വലത് കവളിലും ചുണ്ടുകൾ ചേർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയമിടിപ്പ് കൂടി. അവൾ വിയർത്തൊഴുകാൻ തുടങ്ങി. അവിടെ നിന്നും അവനവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലേക്ക് പതിപ്പിച്ചു. അവൾക്കൊന്ന് അനങ്ങാൻ പോലും പറ്റാതെ അവൾ നിശ്ചലയായി നിന്നു. ഇത്രയെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ലടി. അത്രയും ഞാൻ നിന്നെ മിസ് ചെയ്തിട്ടുണ്ട്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവൾ നിറഞ്ഞ മിഴികളോടെ അവൻ്റെ കണ്ണുകളിലേക്കും നോക്കി. അവൻ്റെ കാപ്പി കണ്ണുകളിലെ തീക്ഷ്ണത അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ പിടിച്ചിരുന്ന അവളുടെ ശരീരത്തിലുള്ള പിടിവിട്ടു. അതറിഞ്ഞതും അവൾ ഉടനെ തന്നെ അവനെ തള്ളി മാറ്റി അവളുടെ ക്യാബിനിലേക്ക് ഓടി. ആദി ചെറു പുഞ്ചിരിയോടെ തൻ്റെ ക്യാബിനിലിരുന്നു കൊണ്ട് തന്നെ അവളെ നോക്കി. അവൾ നെറ്റിയിൽ കൈവച്ച് കസേരയിലിരുന്ന് കരയുകയായിരുന്നു. അത് കണ്ടവൻ്റെ മനസ്സ് വേദനിച്ചുവെങ്കിലും ചുണ്ടിൽ ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവളുടെ വിഷമം കരഞ്ഞു തീർക്കട്ടെ എന്ന് അവനും കരുതി. എനിക്കറിയാം ആമി, നിൻ്റെ അനുവാദമില്ലാതെ നിൻ്റെ ശരീരത്തിൽ തൊട്ടത് തെറ്റ് തന്നെയാണ്. പക്ഷേ നിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ലടി. നിൻ്റെ മനസ്സിൽ നിന്നും ജസ്റ്റിൻ എന്ന വ്യക്തിയെ മാറ്റി എഴുതണോ എനിക്ക്? ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിനുവേണ്ടി മാത്രമായിരിക്കും ഈ ആദ്യം നിൻ്റെ അടുത്തേക്ക് വരുന്നത്. അവൻ ചെറിയ പുഞ്ചിരിയോടെ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞിരുന്നു. എന്നാൽ അവൻ്റെ പ്രവൃത്തികൾ അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ മനസ്സിൽ കൂടി ജസ്റ്റിൻ്റെ മുഖം കടന്നുപോയി. അവൾ തൻ്റെ മിന്നുമാലയിൽ പിടിമുറുക്കി. 100 തവണ മനസ്സിലവൾ സ്വയം മാപ്പ് പറഞ്ഞു.